അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് പറയാനുണ്ടായിരുന്നത് രാഷ്ട്രം എന്ന സങ്കല്പം, അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. മൂന്നാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാപനങ്ങളെക്കുറിച്ച്, സമൂഹം സ്ഥാപനം തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇതിൽ ഓരോ പോയിന്റുകൾ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയം എന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. അതിൽ രാഷ്ട്രം എന്ന സങ്കല്പം അതാണ് പറയാനുള്ളത്. ഗവൺമെൻറ് എന്നൊരു രാഷ്ട്രീയ ഉപകരണം ഒരു നിശ്ചിത ഭൂപ്രദേശം ഭരിക്കുകയാണെങ്കിൽ അവിടെ രാഷ്ട്രം നിലനിൽക്കുന്നു എന്ന് പറയണം. ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിനൊരു നിയമവ്യവസ്ഥ പിന്തുണ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ഗവൺമെൻറ് ഭരണം നടത്തുകയാണെങ്കിൽ അവിടെ അതൊരു രാഷ്ട്ര ആണ്. അങ്ങനെയാണ് നമ്മൾ പറയല്. ജനസംഖ്യ, നിശ്ചിത പ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ജനസംഖ്യ, നിശ്ചിത പ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം. ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. രാഷ്ട്രം അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ഗവൺമെൻറ്റിലൂടെയാണല്ലോ രാഷ്ട്രം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ പ്രതിനിധീകരിക്കുന്നതാണ് നിർവഹണവാദ വീക്ഷണം പറയുന്നു. എന്നാൽ സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങളുടെ താല്പര്യങ്ങളാണ് രാഷ്ട്രം പ്രതിനിധീകരിക്കുന്നത് എന്നാണ് സംഘടനവാദ വീക്ഷണം പറയുന്നത്. നമ്മൾ നേരത്തെ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് നിർവ്വഹണവാദ വീക്ഷണമെന്നും സംഘടനവാദ വീക്ഷണം എന്നുള്ളത്. അപ്പോൾ സംഘടനവാദ വീക്ഷണം ഇതിൽ പറയുന്നത് സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെയാണ് രാഷ്ട്രം പ്രതിനിധീകരിക്കുന്നതാണ് സംഘടന പറയുന്നത്. മറ്റേത് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എന്നാണ്. അങ്ങനെ രണ്ട് വൈരുദ്ധ്യമായിട്ടുള്ള രണ്ട് പ്രസ്താവനകളാണ് രണ്ട് വിഭാഗക്കാർ പറയുന്നത്. ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നതൊക്കെയാണ് പരമാധികാരം, പൗരത്വം, ദേശീയത. ഈ മൂന്ന് കാര്യങ്ങളാണ് ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അതിൽ പരമാധികാരം എന്താണ്? പരമാധികാരം ഒരു നിശ്ചിത ഭൂപ്രദേശത്തിന് മേലെ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. പരമാധികാരം എന്നാൽ അന്തിമ അധികാരം എന്നാണ് അർത്ഥം. പരമാധികാരം രാഷ്ട്രത്തിൻ്റെ കുത്തകയാണ്. പരമാധികാരം നടത്താനുള്ള അവകാശം രാഷ്ട്രത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗവൺമെൻറ് മാത്രമേ ഉണ്ടാവുള്ളൂ. പരമാധികാര രാഷ്ട്രങ്ങളിൽ ആദ്യമൊന്നും പൗരന്മാർക്ക് രാഷ്ട്രീയ പങ്കാളിത്തമുള്ള അതിനുള്ള അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഇത് നേടിയെടുക്കുന്നത് നിരന്തരമായ സമരങ്ങളിലൂടെയാണ്. രാഷ്ട്രത്തിന് ആദ്യമൊന്നും അവിടെ ഉണ്ടായിരുന്ന പൗരന്മാർക്കൊന്നും ഇതിന് ഇടപെടാനുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളോ അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഇന്ത്യയിലൊക്കെ നടന്ന പോലെയുള്ള സമരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്, കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷമാണ് പൗരന്മാർക്കൊക്കെ അവകാശങ്ങളും അധികാരങ്ങളൊക്കെ നൽകപ്പെട്ടത്. ഇത് നേടിയെടുത്തത് നിരന്തരമായ സമരങ്ങളിലൂടെയാണ്. രാജാക്കന്മാരുടെ അധികാരത്തെ നിയന്ത്രിക്കുന്നതിനോ അവരെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളുന്നതൊക്കെ ഇതിന് കാരണമായി. ഫ്രഞ്ച് വിപ്ലവം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഉദാഹരണമാണ്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നത് പൗരത്വമാണ്. മൂന്ന് ഘടകങ്ങളിലൊന്ന് പരമാധികാരം, പൗരത്വം, ദേശീയത. ഒക്കെ പറയാനുള്ളത് പൗരത്വമാണ്. പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റിസൺഷിപ്പ്. പൗരാവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങൾ എന്നിവ പൗരത്വ അവകാശങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് പൗരത്വ അവകാശങ്ങൾ എന്ന് പറയുന്നത്? പൗരാവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങൾ ഇവയാണ് പൗരത്വ അവകാശങ്ങൾ. ഇതിന് എന്തൊക്കെയാണ്? ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, നിയമത്തിനുള്ളിൽ തുല്യമായ നീതി ലഭിക്കാനുള്ള അവകാശം എന്നിവയാണ് ഈ പൗരാവകാശങ്ങൾ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും പൊതുസ്ഥലങ്ങളിലേക്ക് മത്സരിക്കാനൊക്കെയുള്ള അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ തരത്തിലുള്ള പൗരത്വാവകാശമാണ് സാമൂഹിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഏറ്റവും ചുരുങ്ങിയ നിലവാരത്തിൽ സാമ്പത്തിക പുരോഗതിക്കും സുരക്ഷ അനുഭവിക്കാനുള്ള വിശേഷ അവകാശത്തെയാണ് സാമൂഹിക അവകാശം എന്ന് പറയുന്നത്. ആരോഗ്യ പരിപാലനം, തൊഴിലില്ലായ്മ വേതനം, മിനിമം കൂലി എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്.
പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞിരുന്നത് നാഷണലിസമാണ്, ദേശീയത. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞത് പരമാധികാരം, രണ്ടാമത്തെ പറഞ്ഞത് പൗരത്വം, മൂന്നാമത്തത് ഇനി നാഷണലിസം, ദേശീയത. ഒരു ഏകരാഷ്ട്രീയ സമുദായത്തിൻ്റെ ഭാഗമാണെന്ന ബോധം പ്രദാനം ചെയ്യുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ദേശീയത, അതാണ് ഒരു ഏകരാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന ബോധം. അതിലിങ്ങനെ നമ്മളൊക്കെ ഇപ്പോൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ ബോധം, അങ്ങനെയുള്ള ആ ബോധം പ്രദാനം ചെയ്യുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളുണ്ട്. നമ്മുടെ ദേശീയ പതാക, അതുപോലെ ദേശീയ പറയും, പിന്നെ ദേശീയ പുഷ്പം, അങ്ങനെ ദേശീയ ഗാനം, ദേശീയ പക്ഷി, അങ്ങനെ എല്ലാവരിലും ഒരു ബോധമുണ്ട്. അങ്ങനെയുള്ള ആ ചിഹ്നങ്ങളും വിശ്വാസങ്ങളൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്? ദേശീയത എന്ന് പറയുന്നത് അതിനെയാണ്. ദേശീയത വ്യക്തികളിൽ ഐക്യബോധവും രാജ്യസ്നേഹവും ജനിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരന് ഇന്ത്യക്കാരന് എന്നുള്ള നിലക്ക് എല്ലാവരും അവനവൻ്റെ രാജ്യത്തിൻ്റെ ബഹുമതി, അതിൽ അഭിമാനം, എല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ്. ദേശീയത ഒരു ആധുനിക പ്രതിഭാസമാണ്. ആധുനിക രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തോടെയാണ് ദേശീയത വളർന്നു വന്നത്. ആഗോള വിപണിയുടെ ത്വരിതഗതിയിലുള്ള വ്യാപനവും കടുത്ത ദേശീയ വികാരങ്ങളും പോരാട്ടങ്ങളും സമകാലിക ലോകത്തിൻ്റെ സവിശേഷതകളാണ്. അത്രയാണ്. അപ്പോൾ ഈ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. രാഷ്ട്രീയം എന്നുള്ളത് പറഞ്ഞതിൽ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ചാപ്റ്ററിൻ്റെ ഫസ്റ്റിലുണ്ടായിരുന്നത് ബന്ധുത്വങ്ങളെ കുറിച്ചിട്ടാണ്. ഒരുപാട് ബന്ധങ്ങൾ, അതിലാണ് നിർമ്മാണവാദ വീക്ഷണം, സംഘടനാവാദ വീക്ഷണമൊക്കെ വന്നിരുന്നത്. ഒന്നാമത്തത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് മതമാണ്. മതം, റിലീജിയൻ. സമൂഹശാസ്ത്രം എങ്ങനെയാണ് മതത്തെ പഠിക്കുന്നത്? മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥാപനമാണ് മതം. മതം പണ്ട് മുതലേ ഒരു പഠന വിഷയമാണ്. സമൂഹത്തെക്കുറിച്ചുള്ള സമൂഹശാസ്ത്രപരമായ കണ്ടെത്തലുകൾ മതപരമായ നിരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. മതത്തിൻ്റെ സമൂഹശാസ്ത്രപരമായ പഠനം മതപരവും ദൈവശാസ്ത്രപരമായ പഠനങ്ങളിൽ നിന്ന് പല വിധത്തിൽ വ്യത്യസ്തമാണ്. ഒന്നാമതായി, മതങ്ങൾ എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അതിന് മറ്റു സ്ഥാപനങ്ങളുമായുള്ള ബന്ധം എന്താണെന്നും ഒക്കെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് സമൂഹശാസ്ത്രം എന്നുള്ളത്. രണ്ടാമതായി, സമൂഹശാസ്ത്രം താരതമ്യാത്മക രീതി ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് സമൂഹശാസ്ത്രം ഉപയോഗിക്കുന്നത്. മൂന്നാമതായി, മതവിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സമൂഹശാസ്ത്രം അന്വേഷിക്കുന്നത്. പിന്നെ മതത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അനുഭവസിദ്ധപരമായിട്ടുള്ള രീതിയും താരതമ്യ രീതിയും മതത്തെക്കുറിച്ചുള്ള പഠനത്തിൽ സമൂഹശാസ്ത്രത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. മതപരമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ മുൻനിർണ്ണയം നടത്താറില്ല. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ സമൂഹശാസ്ത്രക്കാരാണെങ്കിലും ഉൾക്കള്ളികളിൽ അധികമായിട്ട് കടന്നു ചെല്ലാറില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിധി നിർണ്ണയ സമീപനത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള രീതിയെ അനുഭവസിദ്ധപരമായ രീതി എന്നാണ് പറയുന്നത്. അനുഭവസിദ്ധപരമായ രീതി, അതായത് മറ്റുള്ളവരോട് ചോദിച്ച അനുഭവങ്ങൾ അവർ പങ്കുവെച്ചുകൊണ്ടുള്ള സമൂഹശാസ്ത്രജ്ഞന്മാരതിലെ കൂടുതൽ കയറി ചെല്ലാറില്ല എന്ന് പറയുന്നുണ്ട്. അനുഭവസിദ്ധപരമായ രീതി എന്ന് പറയുന്നു. താരതമ്യ രീതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് എല്ലാ സമൂഹങ്ങളെയും ഒരേ തരത്തിൽ കൊണ്ടുവരുന്നു. പക്ഷേ പാദമോ മുൻവിധിയോ ഇല്ലാതെ പഠനം നടത്താൻ അത് സഹായകമാകുന്നു. കുടുംബജീവിതം, സാമ്പത്തിക ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്നിവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മതജീവിതത്തെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഇനി പറയാനുള്ള മതങ്ങളുടെ പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകൾ. എന്താണ് ഈ മതത്തിന് നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന പൊതു സവിശേഷതകൾ? ആദരവും ഭയഭക്തിയും
വികാരങ്ങൾ ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ എല്ലാ മതത്തിലുണ്ട്. അത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ആദരവും ഭയഭക്തിയും വികാരങ്ങളും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ. പിന്നെ ആചാരങ്ങൾ അഥവാ ചടങ്ങുകൾ. എല്ലാ മതങ്ങളിലും ആചാരങ്ങളും ചടങ്ങുകളും ഉണ്ട്. പിന്നെ വിശ്വാസികളുടെ ഒരു സമുദായം. ഒരുപാട് ആളുകൾ ഏത് മതത്തിലായാലും അതിൻ്റെ ഒരു നേതാവിൻ്റെ കീഴിൽ ഒരു വലിയൊരു സമുദായം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് സമുദായങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസികളുടെ ഒരു സമുദായം എന്നത് അങ്ങനെയാണ്. പിന്നെ മതവുമായി ബന്ധപ്പെട്ട നാനാവിധത്തിലുള്ള ആചാരങ്ങളുണ്ട്. പല ആചാരങ്ങളും ഹിന്ദുസിലാണെങ്കിലും മുസ്ലിംസിലാണെങ്കിലും ക്രിസ്ത്യാനിസിലാണെങ്കിലും പാഴ്സിൽ ജൂത ഏത് മതവിശ്വാസത്തിലാണെങ്കിലും പല ആചാരങ്ങളുണ്ട്. പ്രാർത്ഥന, മന്ത്രോച്ചാരണം, പിന്നെ ദാനാലാഭം, ചില തരത്തിലുള്ള ഭക്ഷണം കഴിക്കൽ, ചില ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കൽ, ചില ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കൽ തുടങ്ങിയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാ മതത്തിലുണ്ട് പൊതുവായിട്ട് കാണപ്പെടുന്ന ചില സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ പ്രാർത്ഥന, മന്ത്രോച്ചാരണം, ഗാനാലാപം, ചില ഫുഡ് കഴിക്കുക, ചില ഫുഡുകൾ കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ മുസ്ലിംസിൻ്റെ ഇടയിൽ നായ, പന്നി ഇവയുടെ മാംസം നമ്മൾ ഹറാമാണ് എന്ന് പറയും. അത് ഹിന്ദുസിന് എന്നാൽ അത് ഹറാമോ അങ്ങനെ ഉണ്ടാവില്ല. അവർക്ക് അനുയോജ്യമായിട്ട് തോന്നുന്ന ഭക്ഷണങ്ങളൊക്കെ അവർ കഴിക്കുന്നു. മുസ്ലിംസിൽ അത്തരത്തിലുള്ള ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഇതാണ് പറയുന്നത്. പിന്നെ വിശുദ്ധ മണ്ഡലത്തെക്കുറിച്ചുള്ളതാണ്. ഒരു വിശുദ്ധ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവിധ മതങ്ങളിലെ അംഗങ്ങൾ ശിരസ് മൂടുകയോ മൂടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലർ പാദരക്ഷകൾ ഉപയോഗിക്കുന്നു, ചിലർ അഴിച്ചു മാറ്റുന്നു, ചില പ്രത്യേക തരം വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇതൊക്കെ മതത്തിൻ്റെ ഓരോരോ പൊതു സവിശേഷതകളാണ്. പിന്നെ ഭയഭക്തി, ബഹുമാനം, പുണ്യ സ്ഥലങ്ങളോടോ സാഹചര്യങ്ങളോടോ ഉള്ള ആദരവ് എന്നിവയാണ് അവരിൽ കാണുന്ന പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി മതത്തിന് മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. മതത്തിന് മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ട്. അധികാരവും രാഷ്ട്രീയവുമായ അടുത്ത ബന്ധമാണ് ഉള്ളത്. ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള മതപ്രസ്ഥാനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. മതം ഒരു വ്യക്തിയുടെ സ്വകാര്യ വിശ്വാസത്തിന് മാത്രം കാര്യമല്ല, പിന്നെ അതൊരു പൊതു സ്വഭാവമുണ്ട്. മതത്തിൻ്റെ ഒരു സാമൂഹിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ഈ ഒരു പൊതു സ്വഭാവമാണ്. ഒരു മതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമുള്ളതല്ല, അതെല്ലാം കൂടി ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലാണ്. അപ്പോൾ ആ സമൂഹത്തിനെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിനും കൂടി ഒരു പൊതു സ്വഭാവം ഉണ്ടാവും. രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നത് സമൂഹശാസ്ത്രജ്ഞർ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. സമൂഹം പുരോഗതി പ്രാപിക്കുമ്പോൾ മതത്തിൻ്റെ സ്വാധീനം ക്ഷയിക്കുമെന്ന് ക്ലാസിക്കൽ സമൂഹശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത്. സമൂഹം പുരോഗതി പ്രാപിക്കുമ്പോൾ മതത്തിൻ്റെ സ്വാധീനം ക്ഷയിച്ചു വരുമെന്നാണ് ക്ലാസിക്കൽ സമൂഹശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തുന്നത്. ഇതോടെ മതേതരത്വം പോലുള്ള സങ്കല്പങ്ങൾ വളർന്നു വരുമെന്നും വിശ്വസിച്ചു. മതപരം പോയിട്ട് അവിടെ എന്ത് വരും? മതേതരം. മതത്തിൻ്റെ യാതൊരു അംശങ്ങളും ഇല്ലാത്ത മതേതരം ഉയർന്നു വരുമെന്നാണ് ഈ ക്ലാസിക്കൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതോടെ മതേതരം പോയിട്ടുള്ള സങ്കല്പമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ സമൂഹത്തിൻ്റെ പല തലങ്ങളിലും മതത്തിൻ്റെ സ്വാധീനം ശക്തമായി നിലനിൽക്കുന്നുവെന്ന് നമുക്ക് സമകാലീന സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സമകാലിക സംഭവങ്ങൾ കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. മതപരമായിട്ടുള്ള അതിൻ്റെ ചട്ടക്കൂടിന് ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും നടക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. മതപരവും സാമൂഹിക സാമ്പത്തിക പെരുമാറ്റത്തിൻ്റെ പല തലങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സമൂഹശാസ്ത്രം എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് മാക്സ് വെബർ കാണിച്ചു വരുന്നുണ്ട്. മുതലാളിത്തത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും കാൽവിനിസം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് വെബർ വാദിക്കുന്നു. ഒരാൾ തൻ്റെ തൊഴിലിൽ സ്ഥിരതയും വിജയവും കൈവരിച്ചാൽ അത് ദൈവം അയാളിൽ സന്തുഷ്ടനാണ് എന്നതിന് അടയാളമായിട്ട് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒരാൾ സ്വന്തം കഴിവിൽ അയാൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമ്പാദ്യമൊക്കെ ഉണ്ടായാൽ എന്താണ് മതത്തിനെ കുറിച്ച് പറയല്?
ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നമ്മളെല്ലാവരും പറയും. സമ്പാദിക്കുന്ന പണം ലൗകിക ആ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല. മനുഷ്യർ ദുർവ്യയമില്ലാതെ നടക്കണം. തങ്ങളുടെ സമ്പത്ത് അവർ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി നിക്ഷേപിക്കണം. ഇങ്ങനെ നിക്ഷേപം ഒരു ആയിത്തീർന്നു. മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാനവും നിക്ഷേപമാണ്. മൂലധന നിക്ഷേപത്തിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മുതലാളിത്തം ശ്രമിക്കുന്നത്. ഒരു തൊഴിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാക്കുക. ആ നിക്ഷേപം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, മുതലാളിത്ത വ്യവസ്ഥിതി മൂലധനം ഉപയോഗിച്ചിട്ടാണ് അവരുടെ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. മതം സമൂഹത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. അതിനാൽ സമൂഹത്തിൽ നിന്ന് വേർപെടുത്തി മതത്തെ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ സാമൂഹ്യ ശക്തികൾ എല്ലായ്പ്പോഴും മത സ്ഥാപനങ്ങളുമായിട്ട് സ്വാധീനിക്കുന്നു. അടുത്ത നമുക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് എങ്ങനെയാണ് സ്ഥാപനങ്ങളിൽ? വിദ്യാഭ്യാസം ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. അത് ഔപചാരികമോ അനൗപചാരികമോ ആകാം. സ്കൂൾ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു സ്കൂൾ പ്രവേശനം ലഭിക്കുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. സ്കൂൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലിലേക്കുമുള്ള ഒരു ചവിട്ടുപടിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ നമുക്ക് ആവശ്യമായ ചില സാമൂഹിക വൈദഗ്ധ്യങ്ങൾ നാം ആർജിക്കുന്നതും സ്കൂളിൽ നിന്നാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധം ഇന്ന് സാർവത്രികമായി നിലനിൽക്കുന്നുണ്ട്. പഴയ കാലങ്ങളെ പോലെയല്ല. ഇന്നുള്ള എല്ലാ ആളുകളും വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത്. സംഘപൈതൃകം പകർന്നു നൽകാനുള്ള ഒരു വിനിമയ പ്രക്രിയയാണ് വിദ്യാഭ്യാസത്തിൽ സാമൂഹ്യശാസ്ത്രം കാണുന്നത്. ലളിത സമൂഹത്തിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ലളിത സമൂഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സങ്കീർണ സമൂഹമുണ്ട്, ലളിത സമൂഹമുണ്ട്. കുട്ടികളിൽ മുതിർന്നവരൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ആചാരങ്ങളും ജീവിത രീതികളും പഠിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനാൽ ലളിത സമൂഹങ്ങളുടെ വിദ്യാഭ്യാസം തികച്ചും അനൗപചാരികമായിരുന്നു. ഈ ലളിത സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അനൗപചാരികമായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. സാമ്പത്തിക തൊഴിൽ വിഭജനം, വീടുകളിൽ നിന്ന് തൊഴിലിൻ്റെ സ്ഥാനമാറ്റം, സവിശേഷ പഠനത്തിൻ്റെ വൈദഗ്ധ്യം ആർജിക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ ആധുനിക സങ്കീർണ സമൂഹങ്ങളിൽ കാണുന്നുണ്ട്. ആധുനിക സങ്കീർണ സമൂഹങ്ങൾ സാർവത്രിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ലളിത സമൂഹങ്ങൾ കുടുംബം, ബന്ധുത്വം, ഗോത്രം, ജാതി, മതം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക മൂല്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ആധുനിക സമൂഹങ്ങളിലെ സ്കൂളുകൾ ഐക്യരൂപം, ക്രമാതീതമായ അഭിലാഷങ്ങൾ, സാർവത്രിക മൂല്യങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് അവ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യുന്നതിന് പല മാർഗങ്ങളുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം ഏർപ്പെടുത്താൻ ഇതിന് ഒരു ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ ഏത് സമൂഹ വിഭാഗത്തിൽപ്പെട്ടവരായാലും വിദ്യാഭ്യാസം അവരെ ചില ആശയങ്ങളും മനോവികാരങ്ങളും ശീലങ്ങളും ഉറപ്പിക്കണമെന്ന് എമിൽ ഗുർക്കിൻ അഭിപ്രായപ്പെടുന്നുണ്ട്. സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിനനുസൃതമായാണ് കുട്ടികൾ വ്യത്യസ്ത തരത്തിലുള്ള സ്കൂളുകളിൽ പോകുന്നത്. എല്ലാ സ്കൂളുകളും ഒരുപോലെ അല്ലല്ലോ. പഠിക്കുക എന്നുള്ളതാണെങ്കിൽ ചില സ്കൂളുകളിൽ കൂടുതൽ കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നിൽ വളരെ സമൂഹത്തിന് മുൻനിരയിൽ നിൽക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്. സാമ്പത്തിക പശ്ചാത്തലത്തിനനുസരിച്ചാണ് അതെല്ലാം ചെയ്യുന്നത്. ചില തരത്തിലുള്ള സ്കൂളുകളിൽ പോകുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും അവസരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പലതരത്തിലുള്ള സ്കൂളുകളും വരേണ്യ വിഭാഗത്തിനും ബഹുജന വിഭാഗത്തിനും നിലനിൽക്കുന്ന വിടവിനെ വർദ്ധിപ്പിക്കുന്നുവെന്ന് ചിലർ വാദിക്കുന്നു. പ്രത്യേക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള മികച്ച സ്കൂളിൽ പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട മറ്റു കുട്ടികളുടെ അവസ്ഥ എന്താണ്? നേരെ വിപരീതമായിരിക്കും. അതേസമയം സ്കൂളിൽ പോകാൻ കഴിയാത്തവരും ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തുന്നവരൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്തുള്ളത്. ഈ ചാപ്റ്ററിലുള്ളത് ഈ മൂന്നാമത്തെ ചാപ്റ്റർ പറഞ്ഞിരുന്നത് വിദ്യാഭ്യാസം, മതം,
ബന്ധുത്വം, പിന്നെ പിന്നെന്തായിരുന്നു പറഞ്ഞിരുന്നത്, രാഷ്ട്രീയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, തൊഴിൽ, വിവാഹം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.